കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് BR ഗവായ് നയിക്കുന്ന സുപ്രീം കോടതി കൊളീജിയം ഒരു തീരുമാനമെടുത്തു. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ വിപുൽ മനുഭായ് പഞ്ചോലിയെ സുപ്രീം കോടതിയിലേക്ക് എലവേറ്റ് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സുപ്രീം കോടതി കൊളീജിയം ഈ ശുപാർശ നൽകിയത്. പക്ഷേ ഈ തീരുമാനം ഏകകണ്ഠമല്ല എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ജസ്റ്റിസ് BV നാഗരത്ന, കൊളീജിയത്തിലെ ഏക വനിതാ ജഡ്ജി, ഈ തീരുമാനത്തിനെതിരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 19 സുപ്രീം കോടതി കൊളീജിയം ബോംബെ ഹൈക്കോടതിയിലേക്ക് 14 അഭിഭാഷകരെ ശുപാർശ ചെയ്തിരുന്നു. അതിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ബന്ധുവായ ജസ്റ്റിസ് രാജ് ദാമോദർ വാഗോഡയും ഉൾപ്പെടുന്നുണ്ട്. ഇതും വിവാദമായിരിക്കുകയാണ്. നോക്കാം, എന്താണ് ഈ വിവാദത്തിന് പിന്നിലെ കാരണങ്ങൾ? കൊളീജിയം സമ്പ്രദായത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ BR ഗവായ് നയിക്കുന്ന സുപ്രീം കോടതി കൊളീജിയം 2 പേരെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരായി ഉയർത്താൻ ശുപാർശ ചെയ്തത്. ഒന്ന് ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ അലോക് അറോദെ, മറ്റൊന്ന് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ വിപുൽ പഞ്ചോലി. ഈ ശുപാർശ അംഗീകരിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയിൽ 34 ജഡ്ജിമാർ എന്ന പൂർണ്ണത പുനഃസ്ഥാപിക്കപ്പെടും. ഇതിൽ ജസ്റ്റിസ് വിപുൽ പഞ്ചോലിയുടെ എലവേഷനാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഗുജറാത്താണ് സ്വദേശം, അഹമ്മദാബാദുകാരനാണ്. 1991 മുതൽ ഗുജറാത്ത് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിക്കുന്നുണ്ട്. 1999 മുതൽ 2006 വരെ അസിസ്റ്റന്റ് ഗവൺമെൻറ് പ്ലീഡറായും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2014 ഗുജറാത്ത് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജായി സ്ഥാനക്കയറ്റം കിട്ടി. 2016 സ്ഥിരം ജഡ്ജായി. അതിനുശേഷം 2023 ജൂലൈയിലാണ് പാട്ന ഹൈക്കോടതിയിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ മാസം മുതൽ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് വിപുൽ പഞ്ചോലി. എന്നാൽ ഈ ശുപാർശക്ക് കൊളീജിയത്തിൻ്റെ കൂട്ടായ പിന്തുണ ഇല്ലത്രേ. അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എലവേറ്റ് ചെയ്ത ശുപാർശക്ക് കൊളീജിയത്തിൻ്റെ കൂട്ടായ പിന്തുണ ഇല്ലെന്ന് സാരം. കൊളീജിയത്തിലെ ഏക വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് BV നാഗരത്ന ഈ ശുപാർശക്കെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജസ്റ്റിസ് BV നാഗരത്ന 2 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ജഡ്ജിയാണ്. ഇവരാണ് ജസ്റ്റിസ് വിപുൽ പഞ്ചോലിയുടെ ഉയർത്തലിനെതിരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ വിയോജിപ്പുകൾ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി സീനിയോറിറ്റി തന്നെയാണ് വിഷയം. സേവന കാലയളവ് കൊളീജിയത്തിൻ്റെ പ്രഥമ പരിഗണനയിൽപ്പെടുന്ന കാര്യമാണ്. ജസ്റ്റിസ് വിപുൽ പഞ്ചോലി ഓൾ ഇന്ത്യ ഹൈക്കോടതി ജഡ്ജിമാരുടെ സീനിയോറിറ്റി പട്ടികയിൽ 57ാം സ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. എത്രയോ വനിതാ ജഡ്ജിമാരടക്കം ഈ സീനിയോറിറ്റി പട്ടികയിൽ ഇദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഗുജറാത്ത് ഹൈക്കോടതിയിലെ തന്നെ ജസ്റ്റിസ് സുനിത അഗർവാൾ, ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രേവതി മോഹിതെ ഡെറ, പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ലിസ ഗിൽ, ഇവരെല്ലാം ജസ്റ്റിസ് പഞ്ചോലിയേക്കാൾ മുതിർന്നവരെയാണ്. മറ്റൊരു പ്രധാന വിയോജിപ്പ് വരുന്നത് പ്രാദേശിക പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിലാണ്. ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഇതിനോടകം തന്നെ ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് NV അഞ്ചാരിയ ഇങ്ങനെ തുടങ്ങിയവർ സുപ്രീം കോടതിയിൽ നിലവിലുണ്ട്. ഇനി ജസ്റ്റിസ് പഞ്ചോലിയെ കൂടി എലവേറ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയിൽ ഗുജറാത്തിന് അനുപാതമല്ലാത്ത രൂപത്തിൽ കൂടിയ പ്രാതിനിധ്യം നൽകുകയാണെന്ന് ജസ്റ്റിസ് നാഗരത്ന വാദിക്കുന്നു. അതുമാത്രമല്ല കാര്യം, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ചീഫ് ജസ്റ്റിസുമാരിൽ പലരും ഏതാനും മാസങ്ങൾ മാത്രം പദവിയിലിരിക്കുന്നവരാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന നാഗരത്നയുടെ കാര്യവും ഇങ്ങനെ തന്നെ. പക്ഷേ ജസ്റ്റിസ് JB പർദിവാലയാണ് പിന്നീട് 2 വർഷത്തിലധികം ചീഫ് ജസ്റ്റിസായി ഇരിക്കേണ്ടവർ. ജസ്റ്റിസ് JB പർദിവാലയും ഗുജറാത്തുകാരനാണ്. അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എലവേറ്റ് ചെയ്ത ജസ്റ്റിസ് വിപുൽ പഞ്ചോലി ചീഫ് ജസ്റ്റിസ് ആവും. ഗുജറാത്തിൻ്റെ അമിത പ്രാതിനിധ്യം പ്രശ്നമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോഴത്തെ ഈ സ്ഥാനക്കയറ്റം മാത്രമല്ല, 2023 ജൂലൈയിൽ ജസ്റ്റിസ് പഞ്ചോലിയെ ഗുജറാത്തിൽ നിന്ന് പാട്നയിലേക്ക് മാറ്റിയതിനെയും ജസ്റ്റിസ് നാഗരത്ന ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊരു സാധാരണ ട്രാൻസ്ഫർ ആയിരുന്നില്ലെന്ന് നാഗരത്ന ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയൊരു ട്രാൻസ്ഫർ നടക്കാൻ മാത്രം ഗൗരവമുള്ള കാരണങ്ങൾ എന്തായിരുന്നുവെന്ന് പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ വിശദാംശങ്ങളൊന്നും പൊതുജനത്തിന് ലഭ്യമല്ല. ഇതിനെല്ലാം പുറമെ ജസ്റ്റിസ് നാഗരത്ന പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് കൊളീജിയത്തിൻ്റെ വിശ്വാസ്യതയാണ്. ജസ്റ്റിസ് പഞ്ചോലിയെ സുപ്രീം കോടതിയിലേക്ക് സ്ഥാനക്കയറ്റം നടത്തുന്നത്
കൊളീജിയം സമ്പ്രദായത്തിൻ്റെ ശേഷിക്കുന്ന വിശ്വാസ്യതയ്ക്ക് ദോഷം വരുത്തുമെന്നാണ് ജസ്റ്റിസ് നാഗരത്നയുടെ മുന്നറിയിപ്പ്. ഇപ്പോൾ എലിവേറ്റ് ചെയ്താൽ 2031 പഞ്ചോലി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആവാൻ സാധ്യതയുണ്ട്. ഇത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ദോഷകരമാകുമെന്നും അവർ വാദിക്കുകയാണ്. ജസ്റ്റിസ് നാഗരത്നയുടെ വിയോജിപ്പ് നോട്ട് സുപ്രീം കോടതി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതും ഇതുവരെ നടന്നിട്ടില്ല. ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് നയിക്കുന്ന കൊളീജിയം ബോംബെ ഹൈക്കോടതിയിലേക്ക് 14 അഭിഭാഷകരെ ശുപാർശ ചെയ്തത്. അതിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ബന്ധുവായ രാജ് ദാമോദർ വാഗോഡയും ഉൾപ്പെടുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിൻ്റെ കസിൻ്റെ മകനാണ് ഇയാൾ. എന്നാൽ ചീഫ് ജസ്റ്റിസിൻ്റെ സഹോദരൻ ഡോക്ടർ രാജേന്ദ്ര ഗവായ് പറയുന്നത് അതൊരു വിദൂര ബന്ധുവല്ലേ എന്നാണ്. 45-കാരനായ വാഗോഡെ 2004 അമരാവതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB പൂർത്തിയാക്കിയത്. വാഗോഡയുടെ ഈ ശുപാർശ ചർച്ചയിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് പിന്മാറിയെങ്കിലും ഈ നിയമനം നീതിന്യായ വ്യവസ്ഥയിലും നെപ്പോട്ടിസമോ എന്ന ആശങ്കകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് CJAR എക്സിൽ പോസ്റ്റ് ചെയ്തതുപോലെ ഇത്തരം നിയമനങ്ങൾ നീതിന്യായ വ്യവസ്ഥയുടെ ധാർമ്മികതയെ തകർക്കുകയാണ്. പൂർണ്ണ സുതാര്യത മാത്രമേ ഈ സംശയങ്ങൾക്ക് മറുപടി നൽകൂ. 1950 മുതൽ ഇങ്ങോട്ട് സുപ്രീം കോടതിയിലെ 279 ജഡ്ജിമാരിൽ 32 പേരും അടുത്ത ബന്ധുക്കളായിരുന്നു. ജസ്റ്റിസ് HR ഖന്നയും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ഒരു ഉദാഹരണം. ജസ്റ്റിസ് YV ചന്ദ്രചൂഡും ജസ്റ്റിസ് DY ചന്ദ്രചൂഡും മറ്റൊരു ഉദാഹരണം. കൊളീജിയം സമ്പ്രദായത്തിൻ്റെ സുതാര്യതയെക്കുറിച്ചും മറ്റുമൊക്കെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകൾ കൂടി നമുക്ക് നോക്കാം. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു വനിതാ ജഡ്ജി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വിമർശനം ഉന്നയിച്ച ജസ്റ്റിസ് BV നാഗരത്നയാണത്. 2021 ശേഷം 28 ജഡ്ജിമാരെ സുപ്രീം കോടതിയിൽ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വനിതാ ജഡ്ജിയെപ്പോലും ഇതുവരെ ശുപാർശ ചെയ്തിട്ടില്ല. സുനിത അഗർവാൾ, രേവതി ലോഹിതൽ ഡേറെ, ലിസ ഗിൽ ഇങ്ങനെയുള്ളവരെല്ലാം പഞ്ചോലിയേക്കാൾ മുതിർന്നവരാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് വനിതാ ജഡ്ജിമാരെ അവഗണിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് 3 ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ എത്താൻ പോവുകയാണ്. ഇതുവഴി ഹിമാചൽ പ്രദേശ്, തെലങ്കാന, കേരള ഹൈക്കോടതികളെ അവഗണിക്കുന്നതായി വിമർശനങ്ങൾ വരുന്നു. 1993 മുതൽ കൊളീജിയം സമ്പ്രദായത്തിനാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തിന് ഉത്തരവാദിത്തമുള്ളത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും 4 മുതിർന്ന ജഡ്ജിമാരും അടങ്ങുന്ന ഈ സംവിധാനം നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ്. എന്നാൽ 2015 നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ സുപ്രീം കോടതി റദ്ദാക്കിയതിന് ശേഷം കൊളീജിയത്തിൻ്റെ സുതാര്യതയും ഉത്തരവാദിത്വവും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കണക്കുകൾ പ്രകാരം 87,445 കേസുകളാണ് സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. ഈ കേസുകളെല്ലാം തീർപ്പാക്കേണ്ടത് ഇന്ത്യയുടെ ജുഡീഷ്യറിയാണ്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്നവർ സുതാര്യമാകുമ്പോൾ മാത്രമേ ഈ വ്യവസ്ഥ തന്നെ സുതാര്യമാകുകയുള്ളൂ.